Hi Carrots and welcome back to my channel. Cadets, നിങ്ങൾ 2026 SSCGയുടെ എക്സാം എഴുതിയൊരു കേഡറ്റ് ആണ് എങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന SSCGയുടെ വേക്കൻസി അപ്ഡേറ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു അപ്ഡേറ്റ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതും ന്യൂസ് പേപ്പറിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. SSCGയുടെ ലേറ്റസ്റ്റ് വേക്കൻറ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ SSCGയുടെ എക്സാം റിസൾട്ട് എപ്പോൾ വരും എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കുട്ടികളെ, നിങ്ങളും SSCGയുടെ എക്സാം എഴുതിയൊരു കേഡറ്റ് ആണെങ്കിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് എത്ര മാർക്കാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. നിങ്ങൾ ഒരിക്കലും ഡിമോട്ടിവേറ്റ് ആകരുത്. മുൻ വർഷത്തെ കട്ട് ഓഫിനെക്കാട്ടിയും കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിരിക്കണം. കാരണം കട്ട് ഓഫ് എത്രയാണ് വരാൻ പോകുന്നതെന്ന് 100% ഷ്യൂരിറ്റിയോടെ ആർക്കും പറയാൻ പറ്റത്തില്ല. നമ്മളും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, SSCGയുടെ എക്സാമിൽ നിങ്ങൾക്ക് 1 മാർക്കാണെങ്കിലും 160 മാർക്കാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. നിങ്ങളുടെ ഹെൽത്തിനായിട്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യുക. അത് ആ ഒരു രീതിയിലെങ്കിലും നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ആവുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് SSCGയുടെ വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റും അതേപോലെ തന്നെ റിസൾട്ട് അപ്ഡേറ്റും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. വീഡിയോ ഷെയർ ചെയ്യുക, സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. നിങ്ങളും SSCGക്ക് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2026-27 ബാച്ചിൻ്റെ അപ്ഡേറ്റാണ് ഞാൻ പറയുന്നത്. അതായത് നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മന്തിലാണ്. അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ക്ലാസ്സുകളും ബേസിക് ബാച്ചും ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് ജോബ് കിട്ടുന്നുണ്ട് വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേഡറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കൂ കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ്. പറഞ്ഞത് തന്നെ സംഭവിക്കുമോ, എന്താണ് പറഞ്ഞത്, എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നീ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറയുന്നതായിരിക്കും. ആദ്യം പറയാൻ പോകുന്നത് 2025 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ടോട്ടൽ എത്ര വേക്കൻസി ആയിരുന്നു എന്നതിനെക്കുറിച്ചാണ്. നോക്കൂ കുട്ടികളെ, നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ടോട്ടൽ വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിരുന്നത് 25,000+ ആണ്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് അനുസരിച്ച് SSCGയുടെ എക്സാം റിസൾട്ട് എപ്പോൾ വരും എന്നതിനെക്കുറിച്ച്. മുൻ വർഷങ്ങൾ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ 2021 മുതൽ 24-25 വരെയുള്ള അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ എക്സാം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വരാൻ വേണ്ടി ഇത്രയും ടൈം എടുത്തിട്ടുണ്ട്. 100 days, 54 days, 102 days, 112 days. ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് 2025-26 കാര്യം പറയുകയാണെങ്കിൽ എക്സാം റിസൾട്ട് എപ്പോഴായിരിക്കും വരാൻ പോകുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഇവിടെ മിനിമം ആൻഡ് മാക്സിമം അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. SSCGയുടെ എക്സാം റിസൾട്ട് എല്ലാ തവണയും ഔട്ട് ചെയ്യാനായിട്ട് മിനിമം 2 months എടുക്കുന്നതാണ്. മാക്സിമം 3.5 months വരെയാണ് എടുക്കാറുള്ളത്. ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് എന്തായാലും ജൂലൈ ലാസ്റ്റ് വീക്ക് എന്തായാലും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി മാക്സിമം അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആഗസ്റ്റ് ലാസ്റ്റ് വീക്ക് ആൻഡ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോടെ നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഫിസിക്കലിൻ്റെ അപ്ഡേറ്റും അറിയാൻ പറ്റുന്നതായിരിക്കും. കേട്ടോ കുട്ടികളെ, മിനിമം 2 months, മാക്സിമം 3.5 months ആണ് SSC സാധാരണയായിട്ട് SSCGയുടെ റിസൾട്ട് ഔട്ട് ചെയ്യാനായിട്ട് എടുക്കാറുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആഗസ്റ്റ് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോടെ എന്തായാലും SSCGയുടെ എക്സാം റിസൾട്ട് വരുന്നതായിരിക്കും. എല്ലാ കുട്ടികളും ഫിസിക്കൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഈ തവണ നിങ്ങളുടെ ഫിസിക്കലും മെഡിക്കലും ഒരുമിച്ച് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് ലേറ്റസ്റ്റ് വന്ന അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. നോക്കൂ കുട്ടികളെ, വേക്കൻസിയുടെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ 2021-22 മുതലുള്ള അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 25,000, പിന്നെ 24,000 വേക്കൻസി ഇൻക്രീസ് ആയി. 26,000 പിന്നെ വേക്കൻസി ഇൻക്രീസ് ആയി. 39,000 പിന്നെ വേക്കൻസി ഇൻക്രീസ് ആയി. ഈ തവണത്തെ നോട്ടിഫിക്കേഷനകത്ത് എത്ര വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്? 25,000+ ആണ്. വേക്കൻസി കൂടുമോ അതോ ഇല്ലേ എന്നതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് കൂടി ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ സൈറ്റിൽ വന്നിട്ടില്ല, ന്യൂസ് പേപ്പറിൽ കൂടിയാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. നോക്കൂ കുട്ടികളെ, ലേറ്റസ്റ്റ് വന്ന അപ്ഡേറ്റ് അനുസരിച്ച് CAPFൽ 61,000+ പോസ്റ്റാണ് വേക്കൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് മെനഞ്ഞാന്ന് വന്ന അപ്ഡേറ്റ് ആണ്. മെനഞ്ഞാന്ന് വന്ന അപ്ഡേറ്റ് അനുസരിച്ചിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ അപ്ഡേറ്റ് എല്ലാം തന്നെ ഇത് ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സിൽ നിന്ന് വന്ന അപ്ഡേറ്റ്സ് ഉണ്ട്, ഇതിന് ഒഫീഷ്യൽ ലെറ്റേഴ്സ് ഉണ്ട്. അതുകൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നോക്കൂ കുട്ടികളെ, ഈ ലെറ്റേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. 1/1/2025 അപ്ഡേറ്റ് ലെറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് എത്ര പോസ്റ്റാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്, എത്രയാണ് വേക്കൻറ്റ്, എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതും ഫോഴ്സിൻ്റെ അപ്ഡേറ്റഡ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. BSF, പിന്നെ CASF, CRPF, ITBP എല്ലാത്തിൻ്റെ അപ്ഡേറ്റഡ് ഫോഴ്സിൻ്റെ കാര്യങ്ങളും ഇതേപോലെ തന്നെ 2026 ഇതേ രീതിയിൽ ഒഫീഷ്യൽ അപ്ഡേറ്റഡ് ലെറ്റർ ഔട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്.
ഫെബ്രുവരി 11 ഈ ഒരു ലെറ്റർ ഔട്ടായിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഫോഴ്സിൻ്റെ അപ്ഡേറ്റ് കാണാവുന്നതാണ്. BSF, CISF, CRPF, ITBP, SSB എല്ലാത്തിൻ്റെയും കാണാം. അതേപോലെ തന്നെ എത്രയാണ് പോസ്റ്റ് വേക്കൻറ്റ്, എത്രയാണ് ഇനി ഫുൾഫില്ല് ചെയ്യാൻ പോകുന്നത്, എത്രയാണ് കാലിയുള്ളത്, എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഫോഴ്സ് വൈസ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതനുസരിച്ചിട്ടുള്ള ലെറ്ററാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഔട്ട് ചെയ്തിരിക്കുന്നത്. ടോട്ടൽ വേക്കൻസി ഇവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് 61,000+ പോസ്റ്റ് വേക്കൻ്റ് ഉണ്ടെന്നാണ്. കുട്ടികളെ ഇവിടെ മിക്ക കുട്ടികൾക്കും ഉള്ള മറ്റൊരു ഡൗട്ടാണ്, അതായത് ടോട്ടൽ ഇവിടെ പോസ്റ്റ് എത്രയാണ്? 61,000 വേക്കൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2025-26 നോട്ടിഫിക്കേഷൻ അനുസരിച്ച് എത്രയാണ് വേക്കൻസി? 25,000 ആണ്. ഈ 25,000 ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അതോ ഇല്ലയോ എന്ന് മിക്ക കുട്ടികൾക്കുമുള്ള ഒരു ഡൗട്ടായിരിക്കും. അതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. 2 to 3 ഡേയ്സിനുള്ളിൽ ഇതിൻ്റെ അപ്ഡേറ്റ് അറിയാൻ പറ്റുന്നതായിരിക്കും. ഇനി 61,000 ഉണ്ടോ അതോ ഈ 25,000 ഇതിനകത്താണോ ആഡ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ അപ്ഡേറ്റ് കൂടി ഉടനെ വരുന്നതായിരിക്കും. അതനുസരിച്ച് നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഫൈനൽ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ കുട്ടികളെ സിമ്പിളായി പറഞ്ഞാൽ ഈ തവണ വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ ഒത്തിരി പേപ്പർ കട്ടിങ്ങും ഔട്ടായിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ നോക്കൂ കുട്ടികളെ. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് ആണ്. അതേപോലെ ന്യൂസ് പേപ്പറിൽ വന്ന കട്ടിങ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ കുട്ടികളെ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇനി CRPFൽ 20,000+ ജവാൻ ഇനി ജോയിൻ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ CISFൽ 70,000+, 70,000 ഇനി പുതിയ പട്ടാളക്കാരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. പട്ടാളക്കാർ എന്ന് പറയുമ്പോൾ പാരാമിലിറ്ററി ഫോഴ്സസ് ഇവിടെയും ജോയിൻ ആവുന്നതായിരിക്കും. അത് 2024 മുതൽ 29 വരെ അപ്ഡേറ്റ് വെച്ചിട്ടാണ്. ഒറ്റ വർഷത്തിലല്ല 70,000, 2024 മുതൽ 2029 വരെയാണ് ഈ 70,000 പാരാമിലിറ്ററി ഫോഴ്സസ് ഫുൾഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ CRPFൽ കണ്ടോ, ഇവിടെയും 20,000+ പാരാമിലിറ്ററി ജവാൻ ഇവിടെയും ജോയിൻ ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ മറ്റ് ഫോഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ BSFൻ്റെ നിങ്ങൾക്ക് അപ്ഡേറ്റ് കാണാവുന്നതാണ്. ഇവിടെ 16 പുതിയ ബറ്റാലിയൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയ ബറ്റാലിയൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ്, ഒരു ബറ്റാലിയനകത്ത് അറൗണ്ട്ലി 800 അല്ലെങ്കിൽ 1200 പാരാമിലിറ്ററി ജവാൻ വേണം. എന്നാൽ മാത്രമേ ഒരു നല്ലൊരു ബറ്റാലിയൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെറിയ സ്മാൾ ബറ്റാലിയനകത്ത് 400 അല്ലെങ്കിൽ 600 പേർ ഓക്കെയാണ്. പക്ഷേ നല്ല രീതിയിൽ വലിയൊരു ബറ്റാലിയൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് 800 അല്ലെങ്കിൽ 1200 അടുത്ത് സ്ട്രെങ്ത് വേണം. അവിടെയും എന്തായാലും പുതിയ പാരാമിലിറ്ററി പേഴ്സൺസ് വേണം. അപ്പോൾ അതനുസരിച്ച് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതായിരിക്കും. അപ്പോൾ ഈ എല്ലാ അപ്ഡേറ്റും അനുസരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ടെന്ന്. അതേപോലെ തന്നെ ഒഫീഷ്യൽ അപ്ഡേറ്റും പിന്നെ ന്യൂസ് പേപ്പർ കട്ടിങ്ങും ഓൾറെഡി ഔട്ടായിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. എക്സാം റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ വേക്കൻസി ഇൻക്രീസ് ആകുന്നതിൻ്റെ അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അതനുസരിച്ചിട്ടാണ് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റും വരാൻ പോകുന്നത്. അതായത് എത്രയാണോ വേക്കൻസി അതിൻ്റെ 8 ഇരട്ടി കുട്ടികളെയാണ് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ കുട്ടികളെ 2026-27 SSCGയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ്സുകൾ ഇവിടെ മലയാളത്തിലും ലഭിക്കുന്നതായിരിക്കും. സെക്ഷണൽ ടൈമർ മോക്ക് ടെസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ ജോയിൻ ചെയ്യാം. റെക്കോർഡ് ക്ലാസ്, സ്റ്റഡി മെറ്റീരിയൽ, പ്രാക്ടീസ് പേപ്പർ, റിവിഷൻ ക്ലാസ് ഇതെല്ലാം ലഭിക്കുന്നതായിരിക്കും. ടോട്ടൽ കോഴ്സസ് എന്ന് പറഞ്ഞാൽ 2950 ആണ്. ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു ബാച്ച് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം അതായത് നോട്ടിഫിക്കേഷൻ ഒക്ടോബർ മന്തിൽ വരുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ബാച്ചിൻ്റെ ഫുൾ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതായത് ഈ ഒരു ഒറ്റ ഫീസിൽ തന്നെ 2 ബാച്ചിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. നല്ലപോലെ ബേസും അതേപോലെ തന്നെ ബാക്കി പോർഷൻസ് എല്ലാം നല്ല രീതിയിൽ കവർ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെക്കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. കേരളത്തിലെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അപ്ഡേറ്റ് എടുത്താൽ നമ്മുടെ ആൻഡ് ഡിഫൻസ് അക്കാഡമി റിസൾട്ട് നോക്കിയാൽ മതി. എല്ലാ വർഷവും കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് കുട്ടികളെ ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൾ ചെയ്യാവുന്നതാണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും അതേപോലെ 2026-27 SSCGയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.